ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തോളവും മനുഷ്യനോളവും പ്രകൃതിയോളവും പഴക്കമുള്ള ദൈവിക ദർശനമാണ്. മനുഷ്യനോളം പഴക്കവും സർഗാത്മകതയോളം പുതുക്കവുമുള്ള ഒരു ദർശനമാണ്, ദൈവിക ദർശനമാണ് ഇസ്ലാം എന്നത്. ആ ദൈവിക ദർശനം പിന്നീട് അങ്ങോട്ട് ഓരോ കാലഘട്ടത്തിലും സർവാധിനാഥനായ ദൈവം തമ്പുരാൻ നിയോഗിച്ചയച്ച പ്രവാചകന്മാർ കടന്നു വന്ന സാഹചര്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ആ സാഹചര്യങ്ങളെ അപഗ്രഥിച്ചും ആ കാലഘട്ടത്തെ നിരൂപണം ചെയ്തും സാമൂഹിക അന്തരീക്ഷത്തെ നിർവചിച്ചുകൊണ്ടും നടപ്പിലാക്കിയ ശരീഅത്തും ദീനും വ്യവസ്ഥയുമുണ്ട്. അതിനെയാണ് നമ്മൾ ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം സംവദിക്കുന്നത് മനുഷ്യനോടാണ്. ഇസ്ലാം സംവദിക്കുന്നത് മനുഷ്യന്റെ ബുദ്ധിയോടാണ്. ഇസ്ലാം സംവദിക്കുന്നത് മനുഷ്യന്റെ ചിന്തയോടാണ്. ഇസ്ലാം സംവദിക്കുന്നത് മനുഷ്യന്റെ ആത്മാവിനോടുമാണ്. ഇനി ഭൗതിക പ്രസ്ഥാനങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഏതെല്ലാം കാലഘട്ടങ്ങളിൽ ഇസ്ലാം അതിന്റെ സ്ഥായി ഭാവത്തോടുകൂടി എഴുന്നേറ്റ് നിന്നിട്ടുണ്ടോ, ഇസ്ലാം അതിന്റെ തനതായ രൂപത്തോടുകൂടി എഴുന്നേറ്റ് നിന്നിട്ടുണ്ടോ, ആ സന്ദർഭങ്ങളിലെല്ലാം മറുഭാഗത്ത് ഒരു ഇസ്ലാം വിരുദ്ധ ചേരി രൂപപ്പെട്ടിട്ടുണ്ട്. ആ ഇസ്ലാം വിരുദ്ധ ചേരി പലപ്പോഴും ഇസ്ലാം പ്രതിനിധാനം ചെയ്യുന്ന ആദർശത്തെയും ആശയത്തെയും ഏതൊരു സത്തയിൽ നിന്നാണോ ഇസ്ലാം ഉരുവപ്പെട്ടു വന്നത്, ആ ഉരുവപ്പെട്ടു വന്ന സത്തയെ അഥവാ സൃഷ്ടാവിനെയും നിരാകരിച്ചിട്ടുണ്ട്. ഇത് ചരിത്രത്തിൽ ഉടനീളം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ കാണാം. ഈ ഭൗതിക പ്രസ്ഥാനങ്ങൾ എല്ലാം സംവദിച്ചത് മനുഷ്യനോടാണ്. ഈ ഭൗതിക പ്രസ്ഥാനങ്ങൾ എല്ലാം സംവദിച്ചത് മനുഷ്യന്റെ ബുദ്ധിയോടാണ്. ഈ ഭൗതിക പ്രസ്ഥാനങ്ങൾ എല്ലാം അഡ്രസ് ചെയ്തത് മനുഷ്യന്റെ ചിന്തയോടും യുക്തിയോടുമാണ്. എന്നാൽ ഈ ഭൗതിക പ്രസ്ഥാനങ്ങൾ സംവദിച്ചിടത്ത് മനുഷ്യന്റെ ആത്മാവിനെ പരിഗണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ആത്യന്തികമായ വേർതിരിവ്. ഒറ്റ വാക്കിൽ അങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയാൻ കഴിയുക. ഇസ്ലാം മനുഷ്യന്റെ ബുദ്ധിയോടും ചിന്തയോടും യുക്തിയോടും ആത്മാവിനോടും സംവദിക്കുമ്പോൾ ഭൗതിക പ്രസ്ഥാനങ്ങൾ ഇടപെടുന്നത് മനുഷ്യന്റെ ചിന്തയെയും ബുദ്ധിയെയും ഈ പ്രപഞ്ചത്തെയും പ്രകൃതിയെയും ഭൗതികമായ ഒരൊറ്റ വീക്ഷണകോണിലൂടെ മാത്രം നോക്കിക്കൊണ്ടാണ്. ഇസ്ലാമിന് ഒരു ബൈനറി ഉണ്ട്. ഇസ്ലാമിന്റെ കാഴ്ചയിൽ ദ്വിമാനമായ ഒരു വിലയിരുത്തൽ ഉണ്ടാകും. അത് കേവലം ഒരു കാഴ്ച എന്നതിനപ്പുറം മനുഷ്യന്റെ ഇഹപര ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഇടപാടുകളായിരിക്കും. മനുഷ്യന്റെ മുമ്പിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിൽ ഏറ്റവും സുപ്രധാനമാണ് മനുഷ്യൻ എവിടെ നിന്നാണ് വന്നത്, മനുഷ്യൻ എവിടേക്കാണ് സഞ്ചരിക്കുന്നത്, മനുഷ്യൻ എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിൽ നിലകൊള്ളുന്നത്. ഈ മർമ്മപ്രധാനമായ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഒരു ഭൗതിക പ്രസ്ഥാനത്തിനും മനുഷ്യന്റെ ബുദ്ധിയെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല എന്നിടത്താണ് ഭൗതിക പ്രസ്ഥാനങ്ങൾ പരാജയപ്പെട്ടു പോകുന്നത്. മനുഷ്യൻ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ ഭൗതിക പ്രസ്ഥാനങ്ങൾക്ക് പറയാൻ മറുപടിയുണ്ട്. മാതാപിതാക്കളുടെ ശരീരത്തിൽ അലിഞ്ഞു ചേർന്ന അതിസൂക്ഷ്മ കണികകളിൽ നിന്ന് പുരുഷബീജത്തിന്റെയും അണ്ഡത്തിന്റെയും ഏതോ ഒരു ഘട്ടത്തിൽ സമ്മിശ്രമായി രൂപീകരിക്കപ്പെട്ടിടത്ത് നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. ഭൗതിക പ്രസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. നമുക്കതിനെ വേണമെങ്കിൽ യുക്തിവാദം എന്ന് വിളിക്കാം, നമുക്ക് വേണമെങ്കിൽ പദാർത്ഥവാദം എന്ന് വിളിക്കാം, നമുക്ക് വേണമെങ്കിൽ അതിനെ പ്രകൃതിവാദം എന്ന് വിളിക്കാം. യുക്തിവാദം എന്ന് പറഞ്ഞാൽ ഹെഗലിന്റെ യാന്ത്രിക വീക്ഷണത്തിൽ രൂപപ്പെടുന്ന ഒരു കാഴ്ചപ്പാടാണ്. അഥവാ ഈ പ്രപഞ്ചവും പ്രകൃതിയും മനുഷ്യൻ ഉൾപ്പെടെയുള്ള സകലമാന ചരാചരങ്ങളും ഏതോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചില പദാർത്ഥങ്ങൾ ഏതോ ചില അനുപാതത്തിൽ കൂടിച്ചേർന്നതിന്റെ അനന്തരഫലം മാത്രമാണ്. അതിനെ തന്നെയാണ് നാം പദാർത്ഥവാദം എന്ന് മറ്റൊരു കാഴ്ചപ്പാടിൽ വിളിക്കുക. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കേവലം 120 തീപ്പെട്ടിക്കോല് ഉൽപ്പാദിപ്പിക്കാൻ മാത്രം പോകുന്ന ഫോസ്ഫറസ്, 7 പെൻസിലിന് പോകുന്ന കാർബൺ,
7 സോപ്പ് ഉൽപ്പാദിപ്പിക്കാൻ പോകുന്ന എണ്ണ, ഒരു ഇടത്തരം ആണി ഉൽപ്പാദിപ്പിക്കാൻ പോകുന്ന ഇരുമ്പ്, ഒരു കോഴിക്കൂടിനടിക്കാൻ പോകുന്ന ചുണ്ണാമ്പ്, ഒരൽപ്പം മഗ്നീഷ്യവും ഉപ്പും, 10 ഗാലൻ അല്ലെങ്കിൽ 40-40.5 ലിറ്റർ വെള്ളവും ചേർന്നതാണ് മനുഷ്യൻ. ഈ പദാർത്ഥങ്ങളാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. എന്നാൽ ഇതേ പദാർത്ഥങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് വേണമെങ്കിൽ 10 കണക്കിന് ഇതേ പദാർത്ഥങ്ങൾ നൽകിയാൽ ശാസ്ത്രത്തിന്റെ മുമ്പിൽ ആ പദാർത്ഥങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു മനുഷ്യനെ പോലും സൃഷ്ടിക്കാൻ കഴിയില്ല എന്നിടത്താണ് ആ പദാർത്ഥവാദവും ശാസ്ത്രവും പരാജയപ്പെട്ടു പോകുന്നത്. ഈ യുക്തിവാദത്തെ കുറിച്ച് വേണമെങ്കിൽ മാർക്സിസം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, കമ്മ്യൂണിസം എന്ന് പറയാൻ കഴിയില്ല. കാറൽ മാർക്സ് ഇടപെടുന്നത് ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന യുക്തിവാദത്തോട് വിയോജിച്ചുകൊണ്ടാണ്. തൊഴിലാളി വർഗ സമഗ്രാധിപത്യം നിലവിൽ വരുത്താൻ വർഗ സമരങ്ങളിലൂടെ, വർഗ സംഘടനകളിലൂടെ ഈ ലോകത്ത് സമാധാനം സ്ഥാപിക്കാൻ കഴിയുമെന്ന വിശ്വാസമായിരുന്നു മാർക്സിസത്തിന്റെ. മാർക്സിസം ലോകത്തോട് പറഞ്ഞ വർത്തമാനങ്ങൾ എന്താണ് എന്നറിയുമോ? മാർക്സിസം ലോകത്തോട് പറഞ്ഞത് ദൈവം പരാജയമാണ്. ദൈവം എന്ന് പറയുന്ന ഒരു വസ്തുവിനെ മനുഷ്യന് ആവശ്യമില്ല. മനുഷ്യനാണ് ദൈവത്തെ സൃഷ്ടിച്ചത്, ദൈവമല്ല മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യനാണ് മതങ്ങളെ സൃഷ്ടിച്ചത്, ദൈവമല്ല മതങ്ങളെ സൃഷ്ടിച്ചത്. എന്നിട്ട് കാറൽ മാർക്സ് പറഞ്ഞു വെച്ച വർത്തമാനം, നിങ്ങൾക്ക് മനുഷ്യരുടെ ഉള്ളിൽ എങ്ങനെയാണ് ദൈവം കടന്നുകൂടിയത് എന്ന അടിവേരുകൾ നിങ്ങൾ പരതിയാൽ, ആ അടിവേരുകൾ നിങ്ങൾ പിഴുതു മാറ്റിക്കഴിഞ്ഞാൽ ദൈവവിശ്വാസം തനിയെ മനുഷ്യരിൽ നിന്ന് എടുത്തു പോകും. എങ്ങനെയാണ് മനുഷ്യരുടെ ഉള്ളിൽ ദൈവവിശ്വാസം കടന്നുകൂടിയത്? മനുഷ്യരുടെ ഉള്ളിൽ ദൈവവിശ്വാസം കടന്നുകൂടിയത് അവൻ അഭിമുഖീകരിച്ചിരുന്ന സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ അനീതിയുടെയും സങ്കുചിതത്വത്തിന്റെയും അവകാശ നിഷേധത്തിന്റെയും പേരിലായിരുന്നു. മനുഷ്യരെ സമന്മാരായി കാണാൻ കഴിഞ്ഞിരുന്നില്ല. മനുഷ്യർക്കിടയിൽ അനീതിയുടെ വലിയ കോട്ടകൾ നിർമ്മിക്കപ്പെട്ടിരുന്നു. മനുഷ്യർക്കിടയിൽ അസമത്വത്തിന്റെ കോട്ടകൾ ഉണ്ടായിരുന്നു. മനുഷ്യർക്കിടയിൽ വിഭാഗീയതയുടെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. ഇത്തരം മനുഷ്യന്റെ മനസ്സുകളെ മരവിപ്പിച്ച് കളയുന്ന ചിന്താഗതികൾ കടന്നു വന്ന സാഹചര്യങ്ങളിൽ അവന്റെ ഒരു അഭയ സങ്കേതമായിട്ട്, അത്താണിയായിട്ട് മനുഷ്യൻ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ സൃഷ്ടിച്ചു വെച്ചതാണ് ദൈവം എന്ന് കാറൽ മാർക്സിന്റെ നിരീക്ഷണമുണ്ട്. അപ്പോൾ ഈ ദൈവത്തെ ഇല്ലാതാക്കണമെങ്കിൽ എന്ത് വേണം? പട്ടിണി ഇല്ലാതാക്കണം, അസമത്വം ഇല്ലാതാക്കണം, അനീതി ഇല്ലാതാക്കണം. സമൂഹത്തിൽ അവൻ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന സാമൂഹിക മേഖലയിലെ ഏതെല്ലാം മേഖലകളിൽ അവൻ ഞെരുക്കം അനുഭവിക്കുന്നുണ്ടോ ആ ഞെരുക്കങ്ങളിൽ നിന്ന് അവനെ മുക്തനാക്കണം. അതിന് വർഗ സംഘടനകളുടെ ഇടപെടലുകൾ ഉണ്ടാകണം. തൊഴിലാളി വർഗ സമഗ്രാധിപത്യം ഉണ്ടാകണം. ചരിത്രം 5 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമെന്നതാണ്. ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾ, ഭൗതിക സംവിധാനങ്ങൾ നമ്മോട് പറയുക ചരിത്രം 5 ഘട്ടങ്ങളിലൂടെ കടന്നു പോകും. പ്രാകൃത കമ്മ്യൂണിസത്തിലൂടെ കടന്നു പോകും. പ്രാകൃത കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ പദാർത്ഥവാദത്തിന്റെ ഒക്കെ ഒരു മറ്റൊരു വകഭേദമായിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രകൃതിവാദത്തെ കുറിച്ച് നമുക്ക് പറയാം. പ്രകൃതിവാദം എന്ന് പറഞ്ഞാൽ എന്താ? ആളുകൾ ഇന്ന് വളരെ സജീവമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പ്രകൃതിവാദം. നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് ചുറ്റുപാടും ജീവിച്ചുകൊണ്ടിരിക്കുന്ന സകലമാന ജീവജാലങ്ങളും, ആടും പശുവും പോത്തും കോഴിയും പട്ടിയും പൂച്ചയും എരുവയും കാക്കയും, എല്ലാ ജീവജാലങ്ങളും ജീവിക്കുന്നുണ്ട്. ആ ജീവജാലങ്ങളെല്ലാം അതിന് ഭക്ഷണം വേണ്ട സമയത്ത് വിശക്കുമ്പോൾ അത് ഭക്ഷണം കഴിക്കും, ദാഹിക്കുമ്പോൾ അത് വെള്ളം കുടിക്കും, ഇണചേരേണ്ട സന്ദർഭങ്ങളിൽ അത് ഇണചേരും. എന്നല്ല, ജീവിതത്തിൽ പ്രത്യേകിച്ച് കുടുംബത്തിന്റെയോ സമൂഹത്തിന്റെയോ ഏതെങ്കിലും അതിർവരമ്പുകൾ, ഏതെങ്കിലും ധാർമ്മിക പരിധികൾ അവരെ നിയന്ത്രിക്കുന്നില്ല. പിന്നെ എന്തിനാണ് മനുഷ്യന് മാത്രം ഈ ധാർമ്മിക പരിധികൾ? മനുഷ്യനെന്തിനാ കുടുംബ സംവിധാനം? മനുഷ്യനെന്തിനാണ് സാമൂഹിക അതിർവരമ്പുകൾ? ഇങ്ങനെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണമെന്ന് ആവശ്യപ്പെടുന്ന പ്രകൃതിവാദത്തിന്റെ വക്താക്കളുണ്ട്. ഇതിനെയാണ് പ്രാകൃതമായ അല്ലെങ്കിൽ പ്രകൃതിയോട് ഇണങ്ങി നിന്നുകൊണ്ട് ഒരു സ്വാഭാവികതയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു കമ്മ്യൂണിസം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. അതിന്റെ മറ്റൊരു തലമുണ്ട്, അടിമത്തത്തിലേക്ക് വരുന്നതാണ്.
അടിമത്തത്തിലേക്ക് വരുമ്പോൾ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാവുകയും തന്നേക്കാൾ ദുർബലരായവരെ കീഴൊതുക്കുകയും ചെയ്ത് തനിക്ക് കീഴിൽ റാൻമൂളികളായി ഒരു വിഭാഗത്തെ നിലനിർത്താൻ കഴിയുന്ന അടിമത്തത്തിന്റെ ഒരു കാലഘട്ടം ഉണ്ടാകും. അതിനുശേഷം ഫ്യൂഡലിസം ഉണ്ടാകും. ഫ്യൂഡൽ ജന്മി പ്രഭുക്കന്മാർ മറ്റൊരുത്തന്റെ വിയർപ്പും ചോരയും നീരാക്കിയെടുത്ത അധ്വാനത്തിൽ നിന്ന് അവൻ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരും. അതിന്റെ കുറെ കൂടി ഉയർന്ന ഒരു നിലവാരത്തിലേക്ക് മുതലാളിത്തം എന്ന് പറയുന്ന നാലാമത്തെ ഒന്നിലേക്ക് വരും. അതിനുശേഷമാണ് സോഷ്യലിസത്തിലേക്ക് വരിക. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ആണല്ല. അവിടെ സ്വകാര്യ സ്വത്ത് സമ്പാദനത്തിന് അവകാശമില്ല. അവിടെ മനുഷ്യരുടെ ജീവിതത്തിൽ മുഴുവനും സ്റ്റേറ്റ് ഇടപെടും. സ്റ്റേറ്റ് പറയുന്നതേ നിങ്ങൾ കേൾക്കാവൂ, സ്റ്റേറ്റ് പറയുന്നതേ നിങ്ങൾ തിന്നാവൂ, സ്റ്റേറ്റ് പറയുന്നതേ നിങ്ങൾ കുടിക്കാവൂ. സ്റ്റേറ്റിന് പരമാധികാരം വകവെച്ചു കൊടുക്കുന്ന ഒരു കാഴ്ചപ്പാടിനെയാണ് യഥാർത്ഥത്തിൽ സോഷ്യലിസം എന്ന് വിലയിരുത്തപ്പെടുന്നത്. ഞാൻ സൂചിപ്പിച്ചു വന്നത് ഭൗതിക പ്രത്യയ ശാസ്ത്രങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് വിശദാംശങ്ങൾ നമ്മൾ പറയേണ്ടി വരും. അതിൽ നമുക്ക് ഞാൻ ആദ്യമേ പറഞ്ഞ പദാർത്ഥവാദത്തെക്കുറിച്ചും പ്രകൃതിവാദത്തെക്കുറിച്ചും മുതലാളിത്തത്തെക്കുറിച്ചും സോഷ്യലിസത്തെക്കുറിച്ചും കമ്മ്യൂണിസത്തെക്കുറിച്ചും മാർക്സിസത്തെക്കുറിച്ചും അതിന്റെ എല്ലാ വകഭേദങ്ങളെയും കുറിച്ച് നമ്മൾ പറയേണ്ടി വരും. ഈ വകഭേദങ്ങളെ ഓരോന്നിനെയും നമ്മൾ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ മനുഷ്യരിൽ നിന്ന് അസമത്വവും അനീതിയും ഒക്കെ ഇല്ലാതാക്കിയെടുത്തതിന് ശേഷം ഒരു സുഭിക്ഷതയുടെ ലോകം ഉണ്ടാക്കിയെടുക്കാമെന്ന് കമ്മ്യൂണിസം തെറ്റിദ്ധരിപ്പിച്ചു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ റഷ്യ അങ്ങനെ ക്രമീകരിക്കപ്പെട്ട ഒരു രാഷ്ട്രമാണ്. 1940-കളിൽ കേരളത്തിൽ കമ്മ്യൂണിസം കടന്നു വരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ പോലെയുള്ള പ്രദേശങ്ങളിൽ ആളുകൾ വിളിച്ച ഒരു മുദ്രാവാക്യമുണ്ട്. USS എന്നൊരു നാടുണ്ട്, സോവിയറ്റ് എന്നൊരു നാടുണ്ട്, ഒരിക്കൽ അവിടേക്ക് ഞങ്ങൾ കടന്നു ചെല്ലും എന്ന് പറഞ്ഞിട്ട് വിളിച്ച മുദ്രാവാക്യമാണ്. ഒടുവിൽ ഏതാണ്ട് 10-60 വർഷങ്ങൾ പിന്നിടുന്ന ഒരു സാഹചര്യത്തിൽ സോവിയറ്റ് റഷ്യയുടെ കഴിഞ്ഞ ഒരു 10-25 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ എടുത്തു നോക്കിയാൽ റഷ്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം കമ്മ്യൂണിസം ഏറ്റവും ഒടുവിൽ 1917 രൂപീകരിക്കപ്പെട്ട ഈ ഫ്യൂഡൽ റഷ്യ എന്ന് പറയുന്നത് പിന്നീട് തകർന്ന് തരിപ്പണമായി കമ്മ്യൂണിസം അതിന്റെ ഈറ്റില്ലങ്ങളിൽ നിന്ന് തന്നെ റഷ്യ മാത്രമല്ല ഏതാണ്ട് 12ഓളം കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ ഞങ്ങൾ അടിയറവ് പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ മുതലാളിത്തത്തിലേക്ക് മടങ്ങിപ്പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ച് മടങ്ങിപ്പോയവരാണ്. അവിടെ മിഖായിൽ ഗോർബച്ചേവ്, പെരിസ്ട്രോയിക്ക ഒക്കെ അദ്ദേഹത്തിന്റെ ചില വർത്തമാനങ്ങളുണ്ട്. ഈ ഇരുമ്പുകോട്ടയ്ക്കകത്ത് സ്വർഗമാണ് എന്ന് തെറ്റിദ്ധരിച്ചിരുന്നു, എന്നാൽ സ്വർഗമല്ല. ആ ഇരുമ്പുകോട്ടകളെ ഭേദിച്ചുകൊണ്ട് ഞങ്ങൾ മടങ്ങിപ്പോകുന്നു എന്ന പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് വലിയ ഒരു വിശദാംശങ്ങളിലേക്കും ആണ്ടിറങ്ങുന്ന പഠനങ്ങളിലേക്കും കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരു സമയമല്ല ഇത്. എന്നിരുന്നാൽ തന്നെയും നമ്മൾ പഠിക്കേണ്ടത് മനുഷ്യൻ എന്ന് പറയുന്ന ഏകകത്തെ നിരീക്ഷിച്ചുകൊണ്ട് മതസമൂഹങ്ങൾ ഇടപെടുമ്പോൾ സൃഷ്ടാവിൽ നിന്ന് രൂപപ്പെട്ട മതസമൂഹങ്ങൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ഒരു നിലപാടും തീർച്ചപ്പെടുത്തിയ അഭിപ്രായവും പറഞ്ഞു വെക്കാൻ ബാക്കിയുണ്ടാകും. എന്നാൽ ഭൗതിക പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ അവന്റെ ചോദ്യത്തിന്റെ ഉത്തരം പരിമിതമാണ്. ഒരു മാതാവിന്റെ ഗർഭാശയത്തിൽ രൂപപ്പെട്ട, ആ ഗർഭാശയത്തിലേക്ക് രൂപപ്പെടുന്നതിന് മുൻപ് മാതാപിതാക്കളുടെ ശരീരത്തിന്റെ അതിസൂക്ഷ്മ കണികകളിൽ അലിഞ്ഞു ചേർന്നിരുന്ന ബീജവും അണ്ടവുമായിരുന്ന, പറയപ്പെടാൻ മാത്രം ഒന്നുമല്ലാതിരുന്ന ഒരു കാലം, അവിടെ നിന്ന് രൂപപ്പെട്ടതാണ് മനുഷ്യൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന ദീൻ അങ്ങനെയല്ല അതിനെക്കുറിച്ച് പറയുക. അവിടെ പറയുക ആലമുൽ അർവാഹുകളുടെ ലോകത്ത് അഥവാ റൂഹുകളുടെ ഒരു ലോകത്ത് നിന്ന് മനുഷ്യന്റെ ഈ സഞ്ചാരം ആരംഭിച്ചതാണ്. ആ റൂഹുകളുടെ ലോകത്ത് നിന്ന് വൈദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം വ അശ്ഹദഹും അലാ അൻഫുസിഹിം, കൃത്യമാണ്, വ്യക്തമാണ് വിശുദ്ധ ഖുർആനിന്റെ നിലപാട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുതുകിൽ നിന്ന് മനുഷ്യവംശത്തിന്റെ സത്തയെ പുറത്തെടുത്ത് അശ്ഹദഹും അലാ അൻഫുസിഹിം, നഫ്സുകളോടുകൂടി അവരെ സാക്ഷി നിർത്തിയിട്ട് ചോദിച്ച ഒരു ചോദ്യം, അലസ്തു ബി റബ്ബിക്കും, ഞാനല്ലേ നിങ്ങളുടെ റബ്ബ് എന്നതാണ്. ഇത് മനുഷ്യന്റെ സഞ്ചാരത്തിന്റെ പ്രാരംഭ ദശയെക്കുറിച്ച് മതം, ഇസ്ലാം മനുഷ്യനോട് പറയുന്നതാണ്. ഈ ഒരു നൈസർഗിക ഭാവം മനുഷ്യന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. ഇതൊരു പ്രകൃതിയാണ്. ഏതൊരു മനുഷ്യന്റെയും ഉള്ളിൽ തന്റെ സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കുറിച്ച ഒരു നൈസർഗിക ബോധം അവന്റെ ഉള്ളിൽ ചാരം മൂടിയ തീക്കനൽ പോലെ ഉറങ്ങിക്കിടപ്പുണ്ട്. ആ ചാരം ചില കാറ്റിൽ പറന്നു പോകും. അതുകൊണ്ടാണ് യൂറോപ്പ് ഇസ്ലാമിലേക്ക് സഞ്ചരിക്കുന്നത്.
അതുകൊണ്ടാണ് യൂറോപ്പിൽ നിന്ന് ഒരു പിടി ആളുകൾ ദിനം പ്രതി ഇസ്ലാമിന്റെ വെളിച്ചത്തിലേക്ക് കടന്നു വരുന്ന, അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന ഈ നൈസർഗിക ഭാവം പുറത്തേക്ക് വരുന്നതാണ്. ഇനി ഈ പറയപ്പെട്ട ഭൗതിക പ്രത്യയ ശാസ്ത്രങ്ങൾ മനുഷ്യനെ കുറിച്ച് പിന്നെയും പിന്നെയും അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ കൃത്യമായ നിലപാട് പിന്നെയും പറഞ്ഞു വച്ചു. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചു. ആ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ മനുഷ്യരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നിടത്താണ് ആ വർത്തമാനം സൃഷ്ടാവിൻ്റെതാണ് എന്നതിനെ കൂടുതൽ ബലപ്പെടുത്തുന്നത്. നിങ്ങൾ എവിടെ നിന്ന് വന്നു എന്ന ചോദ്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ദീൻ കൃത്യമായി മറുപടി പറയും. അവിടെ ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾ പരാജയപ്പെട്ടു. നിങ്ങൾ എവിടേക്ക് പോകുന്നു എന്ന ഒരു ചോദ്യമുണ്ട്. ഒരു ചൈനയിലെ ഒരു നാടൻ കഥയുണ്ട്. ചൈനയിൽ ആളുകൾ ഇങ്ങനെ തിരക്ക് പിടിച്ച് ഓരോ ദിവസവും അവരുടെ ഓഫീസിലേക്ക് പോകുന്ന, അവരുടെ പല ജീവിതായോധന മാർഗങ്ങളിലേക്ക് അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വഴിയരികിൽ സാത്വികനായ ഒരു മനുഷ്യൻ, സാധുവായ ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ആ മനുഷ്യൻ വഴിയിലൂടെ പോകുന്ന ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ കൈ കാണിച്ച് അവരെ തടഞ്ഞിട്ട് അവരോട് ചോദിക്കും, എവിടേക്കാ പോകുന്നത്? ഞാൻ സ്കൂളിലേക്ക് പോകുന്നു, ഞാൻ എൻ്റെ തൊഴിലിടത്തേക്ക് പോകുന്നു, ഞാൻ എൻ്റെ ഓഫീസിലേക്ക് പോകുന്നു, ഞാൻ ആശുപത്രിയിലേക്ക് പോകുന്നു. അങ്ങനെ പോകുന്ന പല ഇടങ്ങളും ആളുകൾക്ക് പറയാനുണ്ട്. രണ്ടാമത്തെ ദിവസവും ഇതേ സാധുവായ മനുഷ്യൻ ആളുകളോട് ചോദിച്ചു, നിങ്ങൾ എവിടേക്കാ പോകുന്നത്? അപ്പോഴും ആളുകൾക്ക് പല ഉത്തരങ്ങളുമുണ്ട്. മൂന്നാമത്തെ ദിവസം ചോദിച്ചു, അപ്പോഴും ചില ഉത്തരങ്ങളുണ്ട്. പക്ഷെ നാലാമത്തെ ദിവസവും ഇദ്ദേഹത്തിന്റെ ചോദ്യവും തറപ്പിച്ച ഒരു നോട്ടവും ആ മനുഷ്യരുടെ ഉള്ളിൽ കോറിവെച്ച ഒരു ചോദ്യം, നിങ്ങൾ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? വിശുദ്ധ ഖുർആൻ ചോദിച്ചൊരു ചോദ്യമില്ലേ, ഫഅൈന തദ്ഹബൂൻ, നിങ്ങൾ എവിടേക്ക് പോകുന്നു? ആ ചോദ്യം അന്വേഷണാത്മകമാണ്, ഒറ്റ വാക്കിൽ മറുപടി പറയാറുള്ളതല്ല. നിങ്ങൾ എവിടേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഭൗതികമായ ജീവിതത്തിനൊരു അന്ത്യമുണ്ട്. അത് മരണമാണ്. ആ മരണത്തെക്കുറിച്ച് ഭൗതിക പ്രത്യയ ശാസ്ത്രങ്ങൾക്ക് പറയാനുള്ളത് മരണത്തോടു കൂടി കഴിഞ്ഞു എന്നാണ്. പക്ഷേ അള്ളാഹുവിന്റെ ദീനിന് പറയാനുള്ളത് മരണത്തോടുകൂടി നിങ്ങൾ ഭൂമിയിൽ നിന്ന് തിന്ന് സമ്പാദിച്ച നിങ്ങളുടെ ശരീരമാകുന്ന വസ്ത്രം നിങ്ങൾ മണ്ണിന് തന്നെ കൊടുത്തേക്കുക. അത് മണ്ണിൽ നിന്ന് നിങ്ങൾ തിന്നുണ്ടാക്കിയതാണ്. മണ്ണിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചുണ്ടാക്കിയ ആ ശരീരമാകുന്ന വസ്ത്രത്തെ മണ്ണിന് തന്നെ കൊടുക്കുക. എന്നിട്ട് ആ വസ്ത്രം അവിടെ ഉപേക്ഷിച്ച് ആത്മാവ് എവിടെ നിന്നാണോ പുറപ്പെട്ടു വന്നത് അവിടേക്ക് തന്നെ മടങ്ങി ചെല്ലണം. ആത്മാവ് എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ മടങ്ങി പോകണം. അപ്പോ മനുഷ്യൻ എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു എന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരമായി. മനുഷ്യൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന മൂന്നാമത്തെ ഒരു ചോദ്യമുണ്ട്. മനുഷ്യൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഭൗതിക പ്രത്യയ ശാസ്ത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, ഭൂമിയിൽ അവൻ ജീവിക്കുന്ന അവന്റെ ആയുസിന്റെ 60 വർഷം അല്ലെങ്കിൽ 70 വർഷം ഈ പ്രപഞ്ചത്തിലെ സകലമാന സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിയിട്ട് അവനെ ആസ്വദിക്കാനും അവനവന്റെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താനുമുള്ള സമയവും സന്ദർഭവുമാണ് ആയുസ്. പക്ഷെ മതം, ദീൻ അവനോട് പറയും, അല്ല, അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ. ദുനിയാവ് എന്ന് പറഞ്ഞാൽ പരലോകത്തേക്കുള്ള കൃഷിയിടമാണ്. നിങ്ങൾക്ക് വിളവെടുക്കാനുള്ള ചില കൃഷി നിങ്ങൾ ഈ ഭൂമിയിൽ നിർവഹിക്കണം. നിങ്ങൾ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നതിന്റെ ഉത്തരമാണ്. ഭൗതികവാദിയെ സംബന്ധിച്ചിടത്തോളം ഭൗതികതയോടുകൂടി അവന്റെ ജീവിതം അവസാനിച്ചു പോവുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവൻ സഹജീവികളുടെ വിഷയങ്ങളിൽ ഇടപെടുന്നത്? അവനെന്തിന് മറ്റൊരുത്തന്റെ വിശപ്പും പട്ടിണിയും പ്രാരാബ്ധങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും മറികടക്കാൻ വേണ്ടിയിട്ട് അവനെ സഹായിക്കാൻ കൈത്താങ്ങായിട്ട് അവൻ നിലകൊള്ളണം? അതിന്റെ ആവശ്യമില്ലല്ലോ. ഭൗതികവാദിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തെ കൃത്യമായി ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് അവസാനിക്കുന്നു എന്ന നിഗമനത്തിൽ അടിയുറച്ചു നിൽക്കുന്നവനായതുകൊണ്ട് അവന് മറ്റൊരുത്തന്റെ ജീവിതത്തിൽ ഇടപെട്ടു എന്നതുകൊണ്ട് അനുഭവിക്കാനുള്ള നിർവൃതി പരലോകത്തേക്ക് മാറ്റിവെക്കാനില്ല. എന്നാൽ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. സത്യവിശ്വാസിക്ക് അവന്റെ ജീവിതത്തെ നാളെ അവന്റെ സൃഷ്ടാവിന്റെ മുമ്പിൽ മറുപടി പറയാനുള്ള, അവൻ ഭൂമിയിൽ നിർവഹിച്ച ഓരോ ഇടപെടലുകളിൽ നിന്നും അതിന്റെ വിളവ് കൊയ്തെടുക്കാനുള്ള ഭൂമികയാണ് അവൻ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഭൗതിക പ്രസ്ഥാനങ്ങളും ഇസ്ലാമും തമ്മിൽ അന്തരമുള്ള എല്ലാ മേഖലകളും ഒന്ന് മറ്റൊന്നിന്റെ ബദല് എന്ന് പറയാനൊന്നും കഴിയില്ല. ഇസ്ലാമിന്റെ ബദലാണ് കമ്മ്യൂണിസം എന്നോ ഇസ്ലാമിന്റെ ബദലാണ് മുതലാളിത്തമെന്നോ
ഇസ്ലാമിന്റെ ബദലാണ് വേറെ ഏതെങ്കിലും ഒരു ഇസം എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഒരുപാട് ഇസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കൺഫ്യൂഷനിസം ഉണ്ട്, ഒരുപാട് ജീവിത പദ്ധതികൾ. ഇപ്പൊ പുതിയ ദീൻ വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറപ്പെട്ട, നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടോ എന്നറിയില്ല, ദീന ഇബ്രാഹിം കൂടി പുറപ്പെട്ടിട്ടുണ്ട്. പുതിയ പല ദീനും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയുള്ളൂ. സർവവേദ സത്യവാദം വന്നു കഴിഞ്ഞു, മോക്ഷ സിദ്ധാന്തം വന്നു കഴിഞ്ഞു. ഇതിന്റെ ഒക്കെ പിന്നിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആരാണെന്നറിയോ? കാദിയാനിസം വന്നതുപോലെയാണ്, ബറേൽവിസം വന്നതുപോലെയാണ്. ഇത്തരം പ്രസ്ഥാനങ്ങൾ ഓരോന്നും കടന്നു വരുമ്പോൾ ഇതിന്റെ എല്ലാം പിന്നിൽ ചില ഏജന്റുകൾ ഉണ്ടാവും. ഇപ്പറയപ്പെടുന്ന സർവവേദ സത്യവാദവും അതുപോലെ മോക്ഷ സിദ്ധാന്തവും തുടങ്ങിയിട്ട് അങ്ങനെ പുതിയ പുതിയ കുറെ നൂതന പദപ്രയോഗങ്ങളിലൂടെ നമ്മുടെ തലമുറയെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന കുറെ പണ്ഡിതന്മാരുണ്ട്. കഴിഞ്ഞ 15 വർഷം കൊണ്ട് കേരളത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് വണ്ടി കയറി, അമേരിക്കയുടെ ഊണുപറ്റി അമേരിക്കയിൽ നിന്ന് ഉണ്ട ചോറിന് നന്ദി കാണിച്ച് ഇക്കണ്ട കാലയളവ് മുഴുവനും ഇവിടെ വന്നിട്ട് തീവ്രവാദ വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയ ആൾക്കാരാണ്. നേതാക്കന്മാരെ പരിശോധിച്ച് നോക്കും. അവർക്ക് ലഹരി ഒരു പ്രശ്നമായിരുന്നില്ല, അവർക്ക് സമൂഹത്തിന്റെ അധാർമികത ഒരു പ്രശ്നമായിരുന്നില്ല, അവരുടെ മുമ്പിൽ ഉമ്മത്തും മുസ്ലിമയുടെ പ്രശ്നങ്ങളൊന്നും അവർക്ക് പ്രശ്നമായിരുന്നില്ല. അവര് തീവ്രവാദ വിരുദ്ധതയെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആരാ തീവ്രവാദ വിരുദ്ധത പറയാൻ ഇവർക്ക് ഫണ്ട് കൊടുത്തത്? ആരാ തീവ്രവാദ വിരുദ്ധത പറയണമെന്ന് ഇവരെ കൊണ്ട് പറയിപ്പിച്ചത്? അങ്ങനെ പറഞ്ഞ് കൊണ്ടുവന്ന് മണ്ണിളക്കി പാകപ്പെടുത്തി കൃഷി ഇറക്കാൻ കഴിയുമെന്ന് വന്നിടത്തേക്ക് സർവവേദ സത്യവാദം കടത്തിവിട്ടു, ഹദീസ് നിഷേധം കടത്തിവിട്ടു, യുക്തിവാദം കടത്തിവിട്ടു, ലിബറലിസം കടത്തിവിട്ടു. പുതിയ പുതിയ കുറെ പേരുകളിലൂടെ ഇങ്ങനെ. ഇതൊന്നും ഞാൻ പറയുന്നത്, ഇതൊന്നും ഇസ്ലാമിനെ പരാജയപ്പെടുത്താൻ അവർക്ക് കഴിയില്ല. ഇതുകൊണ്ടൊന്നും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന് ഒരു അതിജീവന പരതയുണ്ട്. അത് എത്ര വലിയ ഈ സംവാദം ഉണ്ടല്ലോ, ആശയ സംവാദത്തിന്റെ സൗഹൃദ നാളുകൾ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ക്യാമ്പയിൻ ഉണ്ടല്ലോ, ആ ക്യാമ്പയിൻ ആരംഭിച്ചത് എന്നാണ് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ നവംബർ 15-നാണ്. പക്ഷെ ആ സംവാദം ആരംഭിച്ചത് നവംബർ 15-നല്ല. ആ സംവാദം ആരംഭിച്ചത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ആ ഘട്ടത്തിൽ അള്ളാഹു മലക്കുകളോട് സുജൂദ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ജിന്നുകൾ ചോദിക്കുന്ന ചോദ്യത്തിൽ നിന്നാണ്. അല്ലേ? ആലോചിച്ച് നോക്കൂ, എന്തിനാണ് ഈ രക്തം ചിന്തുന്ന കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന മനുഷ്യനെ സൃഷ്ടിച്ചത്? ഞങ്ങളില്ലേ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ? ജിന്നുകളുടെ ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത 2 മറുപടിയുണ്ട്, 3 മറുപടികളുണ്ട്. 2 മറുപടികൾ അപ്പോൾ തന്നെ കൊടുത്തു, 3ാമത്തെ മറുപടി ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു മറുപടി അള്ളാഹ് പറഞ്ഞത് ഇനി അകലമു മാലാ തകലമു എന്നായിരിക്കും, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. 2ാമത്തെ മറുപടി അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലമ ആദമൽ അസ്മാഅ കുൽ, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് മുഴുവൻ സംഗതികളുടെയും പേരുകൾ അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാവവും രൂപവും അതിന്റെ ആശയവും എല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ട് അതങ്ങനെ മലക്കുകളുടെ മുമ്പിൽ പ്രകടിപ്പിച്ചു. തെളിവാണ്. 3ാമത്തെ മറുപടി എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ഒക്കെ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ സാന്ദർഭികമായി സൂചിപ്പിക്കാം. സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ ഹമിദനി അബ്ദി അർറഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ സബ്ബഹനി അബ്ദി മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ മജ്ജദനി അബ്ദി, നോക്കൂ എൻ്റെ അടിമ എന്നെ പ്രകീർത്തിച്ചിരിക്കുന്നു, എന്നെ സ്തുതിച്ചിരിക്കുന്നു, എന്നെ പുകഴ്ത്തിയിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, മനുഷ്യന്റെ ഒരു കരാറാണ്. ഞങ്ങൾ നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യും, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുമെന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും, നോക്കൂ പഴയ ആ ഒരു ചോദ്യമുണ്ടല്ലോ, ആലമുൽ അർവാഹിൽ വെച്ച് നിങ്ങൾ ചോദിച്ച ചോദ്യം, എന്തിനാണ് രക്തം ചിന്തുന്ന മനുഷ്യനെ ഞാൻ സൃഷ്ടിക്കുന്നത്? ആ ചോദ്യത്തിന്റെ മറുപടിയാണ് ഈ കാണുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഞാൻ പറയുന്നത് ഭൗതിക പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാം വിരുദ്ധതയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഏത് കാലഘട്ടത്തിൽ എത്ര വലിയ കാമ്പും കാതലും ഈടും പാവമുള്ള ആരെല്ലാം രൂപപ്പെട്ടാലും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിനെയെല്ലാം അതിജയിക്കാൻ കഴിയുന്ന ഒരു അതിജീവന പരത. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഇഹിം, അവർ അവരുടെ വായകൾ കൊണ്ട് ഈ വെളിച്ചത്തെ ഊതിക്കെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഈ വെളിച്ചത്തെ ഊതിക്കെടുത്തുക എന്നുള്ളത് അവരുടെ ആഗ്രഹമാണ്, അവരുടെ സ്വപ്നമാണ്. അവരാഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു ഇരുട്ട് സംജാതമാക്കിയെടുക്കണമെന്നാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാഹു മുത്തിമ്മു നൂരിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വെളിച്ചത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ വെളിച്ചത്തെ അള്ളാഹു പൂർത്തീകരിക്കും. ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ഞാൻ സൂചിപ്പിച്ചത് എന്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. 1/2 മണിക്കൂറാണ് അനുവദിക്കപ്പെട്ടത്. 1/2 മണിക്കൂർ ഇവിടെ അവസാനിച്ചു. ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിന്റെ മർമ്മം, ഇസ്ലാം എന്ത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഇസ്ലാമിന്റെ മറുഭാഗത്ത് നിലകൊള്ളുന്നു എന്ന് മനുഷ്യർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിടി ഭൗതിക പ്രസ്ഥാനങ്ങളുണ്ട്.
ആ ഭൗതിക പ്രസ്ഥാനങ്ങൾ ഏതോ ചില ചതുപ്പ് നിലങ്ങളിൽ മുളച്ചു പൊന്തിയിട്ടുള്ള അതീവ ദുർബലമായ കള്ളിമുൾ ചെടികൾ മാത്രമാണ്. ആ മുൾച്ചെടികൾ ഇല്ലാതാകാൻ ആ ചതുപ്പ് നിലകളിലെ വെള്ളം വറ്റുന്ന ഒരു കടുത്ത വേനൽ വരുന്നതോടുകൂടി ഇല്ലാതാകും. ഇസ്ലാം അങ്ങനെയല്ല. ഇസ്ലാം സ്ഥായിയായി നിലനിൽക്കുന്ന സൗന്ദര്യാത്മകമായ ഒരു നിറഞ്ഞ വസന്തത്തിന്റെ പേരാണ് ഇസ്ലാം എന്നത്. ആ ഇസ്ലാമിന് പ്രപഞ്ചത്തോളവും പ്രകൃതിയോളവും മനുഷ്യോളവും പഴക്കമുണ്ട്, സർഗാത്മകതയോളം പുതുക്കമുണ്ട്. ആ ഇസ്ലാമിന്റെ വക്താക്കളും പ്രയാക്താക്കളുമായി ജീവിതം മുന്നോട്ട് നയിക്കാൻ സർവാധിനാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ തുണക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.